ഹായ് മക്കളെ, ഇന്ന് മാർച്ച് 4-ാം തീയതി 6-ാം തീയതിയാണല്ലേ നിങ്ങളുടെ +1 ആദ്യത്തെ ഫൈനൽ എക്സാം, പബ്ലിക് എക്സാം. ആൻഡ് നിങ്ങളുടെ ഭാഗ്യത്തിന് അത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പക്ഷെ ഒരുപാട് കുട്ടികളുടെ അവസ്ഥ എന്നോടിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടികളൊക്കെ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ്, ഓരോ ദിവസവും കഴിയുമ്പോൾ +1 ഓരോ ദിവസവും കഴിയുമ്പോഴാണ് കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞ് പോയിട്ട് അതേ സ്ഥാനത്ത് ടെൻഷൻ കൂടി ഇപ്പം എന്താണ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ്, തീരെ കോൺഫിഡൻസ് ഇല്ല, ഭയങ്കര ടെൻഷനുള്ള അവസ്ഥയിലാണ് ഒരുപാട് +1 മക്കൾ. അത് സയൻസ് മാത്രമൊന്നുമല്ല കേട്ടോ, കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ കുട്ടികൾ അങ്ങനെയാണല്ലേ. അതായത് 21-ാം തീയതി മോഡൽ എക്സാമിന് ശേഷവും ഇപ്പം ഏകദേശം 10ഓളം ദിവസം കഴിഞ്ഞു. പക്ഷെ ആ ദിവസങ്ങളും മര്യാദയ്ക്കൊന്നും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ എന്തായിരിക്കും, ചിലപ്പോൾ അത് നിങ്ങളെ പ്രശ്നങ്ങൾ, നിങ്ങളെ ഫോൺ അഡിക്ഷന് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി എന്താണ്, ഇന്ന് 4-ാം തീയതിയാണ്, മറ്റന്നാൾ നിങ്ങളുടെ പരീക്ഷയാണ്. എന്ത് ചെയ്യുമെന്ന് ആകെ ആശങ്കയിലുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലേ. അപ്പം നിങ്ങളുടെ ആശങ്ക മാറ്റിക്കൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം നൽകാൻ, ഒരു സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 6 പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മറ്റന്നാളത്തെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് മലയാളം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, സംസ്കൃതം ആയിക്കോട്ടെ, ഉറുദു ആയിക്കോട്ടെ, ഇതിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക്, അതായത് ഫുൾ മാർക്കിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനിയുള്ള 2 ദിവസം നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മാത്രം മതി. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലാംഗ്വേജസിന് അവസാനത്തെ 2 ദിവസമേ നിങ്ങൾ മാറ്റി വെക്കണ്ടെന്ന്. അന്നത്തെ സ്റ്റഡി പ്ലാനിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഇനിയുള്ള 2 ദിവസം നിങ്ങൾ കൃത്യമായിട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഈ ഫുൾ മാർക്കിനേക്കാൾ ഉപരി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു പരീക്ഷ നന്നായി എഴുതി കഴിഞ്ഞാൽ ആൻഡ് നിങ്ങളുടെ മിക്കവാറും എക്സാമുകൾക്ക് ആവശ്യത്തിലധികം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ഈ കോൺഫിഡൻസും ആ സ്റ്റഡി ലീവും ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെട്ടതുപോലെ, ഭയന്നതുപോലെ ഒന്നും സംഭവിക്കില്ല. 520 അല്ലെങ്കിൽ കൊമേഴ്സുകാർക്കും ബാക്കിയുള്ളവർക്കും ബാക്കി മാർക്കുകളിൽ ഓൾമോസ്റ്റ് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനിയും നിങ്ങൾ പഠിച്ചാൽ അതിൻ്റെ തുടക്കം എങ്ങനെയാ, ഇനിയുള്ള 2 ദിവസങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഈ 2 ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് തയ്യാറാവുന്ന കുട്ടികൾക്ക് ഇനി നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. ഇന്നും നാളെയും വൈകുന്നേരം 5 മണിക്ക് ഈ ചാനലിൽ നിങ്ങൾ വരിക. നിങ്ങൾ മലയാളം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, ഉറുദു ആയിക്കോട്ടെ, സംസ്കൃതം ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ലൈവ് എന്ത് ചെയ്യും, നമ്മളിവിടെ ക്ലാസ് തരുന്നതായിരിക്കും. അത് മാത്രം കണ്ടാൽ മതി, അത് മാത്രം പഠിച്ചാൽ മതി, മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മലയാളത്തിന് ജയ്സൽ സാറാണെങ്കിൽ അറബിക്ക് ഷഹീർ സാറാണ്. നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ അനുഭവിച്ചതാണ്. അവരുടെ അനുഭവ സമ്പത്തും അവരുടെ നോളജും അവരുടെ ആ ഒരു ടീച്ചിങ് കപ്പാസിറ്റിയും, അതേപോലെ തന്നെ ഉറുദുവിനും സംസ്കൃതത്തിനും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ വരാൻ പോകുന്നത്. സോ ടെൻഷൻ അടിച്ച് എല്ലാം അവസാനിച്ചു, ഇനിയൊരു തിരിച്ചു പോക്കില്ല എന്ന് കരുതിയിരിക്കുകയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കുള്ള അവസാനത്തെ പിടിവള്ളിയാണ് ഈ ലൈവുകൾ. സോ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, 5 മണിക്ക് നിങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്നും നാളെയും 4-ാം തീയതിയും 5-ാം തീയതി പരീക്ഷയുടെ തലേന്നും. ലൈവിന്റെ ലിങ്കുകൾ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. സോ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്, അവസാനിച്ചിട്ടില്ലടാ, നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആൻഡ് എഡ്യൂപോർട്ടിന്റെ +1 കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ ഇവിടെ കമന്റിൽ പിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യുക, പഠിക്കുക. നമ്മളെ മുന്നിൽ ഇനിയും എന്തുണ്ട്, 10-25 ദിവസം കൂടെ ഉണ്ട്. അത് പഠിച്ചാൽ മതിയടാ. ഓക്കെ അല്ലേ? ശരി, ബൈ.